قال الإمام الوادعي رحمه الله: نحب أصحاب رسول الله صلى الله عليه وسلم ونبغض من تكلم فيهم ونعتقد أن الطعن فيهم طعن في الدين لأنهم حملته إلينا ونحب أهل بيت النبوة حبا شرعيا. അടുത്ത നമ്മുടെ അഖീദയിലും ദഅവത്തിലും വേട്ട കാര്യമാണ് സഹാബാക്കളിലുള്ള വിശ്വാസം. അതിൽ ഷെയ്ഖ് മുബി റഹിമഹുല്ലാഹ് പറയാണെന്ത്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, അനുചാരികളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആരാണോ അവർക്കെതിരെ സംസാരിക്കുന്നത് അവരെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വെറുക്കുന്നുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അവരെ കുറ്റം പറയുക എന്നുള്ളത് ദീനിനെ കുറ്റം പറയലാണ് എന്ന് നാം വിശ്വസിക്കുന്നു. കാരണം അവരാണ് ഈ ദീന് ഞങ്ങളിലേക്ക് എത്തിച്ച ആളുകൾ. പിന്നെ അതിനുശേഷം പറഞ്ഞു അഹ്ലുൽ ബൈത്തിനെ പറ്റിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനാണ് എന്താ പറയാ, അഹ്ലുൽ ബൈത്ത് എന്ന് പറയാ. അഹ്ലുൽ ബൈത്ത് എന്നൊക്കെ പറയും. ആല് എന്നുള്ളത് അഹ്ല് എന്നുള്ളതെന്ന് വന്നതാണ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനെ ഇഷ്ടപ്പെടുന്നു. എങ്ങനെയുള്ള ഇഷ്ടമാണ്? ഹുബ്ബൻ ശറഈൻ, ശറഈ ആയിട്ടുള്ള ഇഷ്ടം. ഷെയ്ഖ് തൈമി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് ഇഷ്ടപ്പെടുന്നത്? ലി അംറൈനി, രണ്ട് കാരണത്താലാണ്. ഒന്ന് ലിൽ ഈമാൻ വലിൽ ഖറാബ. ഒന്ന് അവരെന്താണ്, ഈമാൻ, അവർ മുഅ്മിനീങ്ങളാണ്. അവരെന്ത് ചെയ്യണം, ഇഷ്ടപ്പെടണം. മുഅ്മിനീങ്ങൾക്ക് വലാ വാജിബാണ്, കുഫാറുകളോട് ബറാഅത്തും വാജിബാണ്. അപ്പൊ മുഅ്മിനീങ്ങളാണ് അവര് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇഷ്ടപ്പെടണം. അത് ഒന്നാമത്തെ കാരണമാണ്. രണ്ടാമത്തെ കാരണം വലിൽ ഖറാബ, അത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരാണത്. ഈ രണ്ട് കാരണത്താൽ എന്ത് ചെയ്യും, ഞങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇത് ശരിക്കും റാഫിദകൾക്ക് പോലെയുള്ള ആളുകൾക്കുള്ള റദ്ദാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സഹാബാക്കൾ മുഴുവനും പിഴച്ച ആളുകളാണ്. ആരൊഴിച്ച് 10-20 ഇടയിലുള്ള കുറച്ച് എണ്ണം സഹാബാക്കൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും അവരെ സംബന്ധിച്ചിടത്തോളം പിഴച്ച ആളുകളാണ്. അതാരൊക്കെയാണ്? ഈ അഹ്ലുൽ ബൈത്തിലുള്ള സഹാബാക്കൾ. ഇപ്പോ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അതുപോലെ തന്നെ അഹ്ലുൽ ബൈത്തിൽ പെട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഫളൽ ഇബ്നു അബ്ബാസ്, അങ്ങനെ അഹ്ലുൽ ബൈത്തിലുള്ള എണ്ണപ്പെട്ട സഹാബാക്കൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകളും അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പിഴച്ച ആളുകളാണ്. എന്തിന്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു വരെ എന്താണ്, പിഴച്ച ആൾക്കാരാണ്. എന്തിന്? അവരെ തക്ഫീർ വരെ ചെയ്യുന്നു, അവര് കാഫിറുകളാണ് എന്ന് വരെ പറയും. ഇവര് റാഫിളയിലേക്ക് ഒരാൾ ചേർന്ന് വരാണെന്നുണ്ടെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, എന്നിട്ട് എന്ത് പറയും? വഅശ്ഹദു അന്ന അബൂബക്കറിൻ വ ഉമർ കാഫിറാനി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ വരെ എന്ത് ചെയ്യും, അവര് പറയും. ആരെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തക്ഫീർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സുഹ്ബത്ത്, അത് ലാ യഅദിലുഹാ ഷൈ, ആ സുഹ്ബത്തിനോട് ഒന്നും തന്നെ എന്താവില്ല, തുല്യമാവില്ല. അതിനുശേഷം എത്ര ഇബാദത്ത് ചെയ്ത ആളാണെങ്കിലും, എത്ര സദഖത്ത്, എത്ര അമലുകൾ ചെയ്തു കഴിഞ്ഞാലും അതൊന്നും എന്ത് ചെയ്യില്ല, സഹാബാക്കളുടെ ലെവലിൽ എത്തൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫഹു. നിങ്ങളിൽ ഒരാൾ എന്താണ്, ഒരു സ്വർണം ചെലവഴിക്കാൻ, എത്ര? മിസ്ല ഉഹുദ് മല നമുക്ക് അറിയുന്ന അത്രത്തോളം എന്ത് ചെയ്തു, അവര് സ്വർണം ചെലവഴിച്ചു നിങ്ങളൊരാള്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫഹു. അവർ ചെലവഴിച്ച ഒരു മുദ്ദോ അതിന്റെ പകുതി പോലും എന്ത് ചെയ്യുന്നില്ല, എത്തുന്നില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചർച്ചയുണ്ടായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, നമുക്കറിയാം, അദ്ദേഹം വളരെ നീതിമാനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു, വളരെ സാലിഹായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മുഴുവൻ എന്തായിരുന്നു, നീതിയായിരുന്നു, എല്ലാവർക്കും സമാധാനമായിരുന്നു. അങ്ങനെ ചില ചർച്ച വരാൻ തുടങ്ങി. ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണോ റഹിമഹുല്ലാഹ്, മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണോ ഏറ്റവും ഉത്തമം എന്നുള്ളത്. അപ്പൊ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹിനോട് അത് ചോദിക്കും. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറയും, വല്ലാഹി ഇന്നൽ ഗുബാർ അല്ലദീ ദഖല ഫി അൻഫി മുആവിയ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദൽ മിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് ബി അൽഫി മറ. അദ്ദേഹം സത്യം ചെയ്തിട്ട് പറയാണെന്ത്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മൂക്കിൽ കയറിയിട്ടുള്ള പൊടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് മൂക്കിൽ പ്രവേശിച്ച ഒരു പൊടിയാണെന്ത്, ആ പൊടി ഉമർ ബിൻ അബ്ദുൽ അസീസിനെക്കാളും 1000 തവണ എന്താണ്, ശ്രേഷ്ഠമായിട്ടുള്ളതാണെന്ന്. അതായത് ഇതിന്റെ ചുരുക്കം എന്താണ്, സുഹ്ബ ലാ യഅദിലുഹാ ഷൈ. സുഹ്ബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊന്നും തന്നെ എന്താവില്ല, തുല്യമാവില്ല. കാരണം അവര് അല്ലാഹു തആല ഈ ഒരു ഇതിന് തെരഞ്ഞെടുത്തത് എന്ന് പറയുന്നത് എന്താണ്, അത് വലിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരികളായിട്ട് അല്ലാഹു തആല അവരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലാഹു തആല അവരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തൃപ്തിപ്പെട്ടിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറദു അൻഹു. അതെന്താണ്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അതെന്ത് ചെയ്യരുത്, പിന്നെ സഹാബാക്കളെ തൊട്ടിട്ട് വേറെ ആളുകളെ താരതമ്യം ചെയ്യരുത്. സഹാബാക്കള് വേറെ ലെവലാണ്, അവർക്ക് എന്താണ്, ഒരുപാട് വലിയ ദർജയാണുള്ളത്. അഹ്ലുസുന്നത്തിന്റെ അഖീദ എന്താണ്, സഹാബാക്കൾ കുല്ലുഹും ഫിൽ ജന്ന. ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സഹാബാക്കൾ എന്താണ്, മുഴുവനും സ്വർഗത്തിലാണ്. അതിൽ ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരെ മുബശ്ശറൂന ബിൽ ജന്ന ആയിട്ട് പറയും.
അത് അഷറ മാത്രമല്ല എല്ലാതെയും വന്നിട്ടുണ്ട്. 10 ആൾക്കാർ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, നമുക്കറിയാം അല്ലെ. ഖുലഫാ റാഷിദീങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള 6 ആളുകൾ വന്നിട്ടുണ്ട്. അത് എല്ലാത്ത ഹദീസുകളിലും എന്ത് വന്നിട്ടുണ്ട്? സ്വർഗാവകാശികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അബ്ദുല്ലാഹ് ബിൻ സലാം റളിയല്ലാഹു അൻഹു അങ്ങനത്തെ സഹാബാക്കളെ ഇഷ്ടപ്പെടുന്നതും അവർക്ക് വേണ്ടിയിട്ട് ദിഫാ ചെയ്യുന്നതും അവർക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ സംസാരിക്കലും റദ്ദ് കൊടുക്കലും നമ്മളെ മേല് നിർബന്ധമാണ്, വാജിബാണ്. കാരണം ഇവിടെ പറഞ്ഞ പോലെ നമ്മളുടെ ദീന് നമ്മളിലേക്ക് എത്തിച്ച ആളുകൾ ആരാണ്? അവരാണ്. അപ്പൊ ഈ സഹാബാക്കളെ മുഴുവൻ തെറി വിളിച്ചു കഴിഞ്ഞാൽ അവര് സ്വീകാര്യോഗ്യമായിട്ടുള്ള ആളുകളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ദീനിലൊന്നുമില്ല ബാക്കി. ഖുർആൻ അവരുടെ ത്വരീഖിലാണ് വന്നിട്ടുള്ളത്, ഹദീസുകൾ അവരുടെ ത്വരീഖിലാണ് വന്നിട്ടുള്ളത്. ഈ എണ്ണപ്പെട്ട സഹാബികളെ മാത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ബാക്കി ഉണ്ടാവുക? ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ശൈഖ് മുബീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇവിടെ ആരാണ് അവരെ ചീത്ത വിളിക്കുന്നത്? അത് ദീനിലെ ചീത്ത വിളിക്കലാണ്. അപ്പൊ നമുക്കറിയാം ദീനിലെ കളിയാക്കലും ചീത്ത വിളിക്കലും എന്താ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അപ്പോ ഇവരെ ചീത്ത വിളിക്കലും അതുപോലെ തന്നെയാണ്.